കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1-1:30-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണം. അപ്പൊ അതിന് വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളാട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു സച്ചി അശോകന്റെ വീട്ടിൽ പോയിട്ട് തിരികെ വീട്ടിലേക്ക് വന്ന് എല്ലാരും കേളക്കെ ആ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയണം. കാരണം അശോകന് അവരുടെ പെണ്ണിനെ ഇങ്ങോട്ട് വിടാൻ താല്പര്യമില്ല, ശ്രീകാന്തുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതമല്ലെന്ന്. മറ്റൊന്നും കൊണ്ടല്ല, ചന്ദ്രമതിയുടെ സ്വഭാവം കൊണ്ടാ. അശോകൻ കണ്ടിരിക്കുന്ന രേവതി വീട്ടിലേക്ക് വന്നതിന് ശേഷം ചന്ദ്രമതി എങ്ങനെയാണ് രേവതിയോട് പെരുമാറുന്നത്. അപ്പൊ തന്റെ മോൾക്ക് ഈ ഗതി തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇങ്ങോട്ട് വന്നിട്ടാണെങ്കിൽ തന്റെ മോളുടെ വിവാഹ ജീവിതം ഒരിക്കലും ശാശ്വതമാകുമെന്ന് അശോകന് മനസ്സിലായി. അശോക് സച്ചിയോട് പറഞ്ഞു, അതെ അങ്ങോട്ട് വിടാനായിട്ട് എനിക്ക് താല്പര്യമില്ലെന്ന് പറയാണ്. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ രവീന്ദ്രൻ സാരമില്ല, ഒരുപക്ഷെ ഞാനായിരുന്നേ അങ്ങോട്ട് പോയായിരുന്നെങ്കിൽ അശോകന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്റെ മുഖത്ത് നോക്കി ഇത് പറയാനായിട്ട്. ഇതിപ്പം നീ പോയാൽ നന്നായെന്ന് പറയാ. ഇത് കേട്ട സച്ചി പറഞ്ഞു, അശോകനങ്ങളും അത് തന്നെ പറഞ്ഞേ. ഒരുപക്ഷെ രവിയേട്ടനെ വന്നിരുന്നെങ്കിൽ രവിയേട്ടന്റെ മുഖത്ത് നോക്കി എനിക്കിത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാ, നീ വന്നുകൊണ്ട് നന്നായെന്ന് പറയാ. ശ്രീകാന്ത് പറഞ്ഞു, താങ്ക്സ് സച്ചി എന്ന് പറയണേ. എന്തിന്? അല്ല എനിക്കിപ്പോ വിവാഹം വേണ്ട. അപ്പൊ ഈ വിവാഹാലോചനയായിട്ട് മുന്നോട്ട് പോയായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെന്ന് ചോദിക്കാം. ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു, അല്ലെങ്കിലും നല്ല കാര്യമായിപ്പോയി. അവൾ ഒന്നും കിട്ടാത്തത് ഒരു വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പെണ്ണ് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനെന്ന് ചോദിക്കുക. അയാളുടെ അഹങ്കാരം കണ്ടില്ലേ, കാൽ കാശിന് വകയില്ല, എന്നിട്ടും ഇങ്ങോട്ട് പെണ്ണിനെ തരില്ല പോലും. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, അല്ല ആ അങ്കിൾ എന്തിനാ അങ്ങനെ പറയണേ? രേവതി മാത്രമല്ല ഇവിടെ, ഞാനും ഉണ്ടല്ലോ. എന്നോട് അമ്മ എത്ര നല്ല രീതിയിലാ പെരുമാറുന്നേ, എന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് കേട്ടതും സച്ചി പറഞ്ഞു, അത് പണം കണ്ടിട്ട് മാത്രാ, അല്ലെങ്കിൽ കാണായിരുന്നു. ഒരു പണമില്ലാത്ത വീട്ടിൽ നിന്നാ ഇപ്പൊ ശ്രുതി വന്നിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ അമ്മയുടെ തനി സ്വരൂപം ശ്രുതി കണ്ടേനെന്ന് പറയാ. ഇത് കേട്ട് ശ്രുതി പറഞ്ഞു, അതുകൊണ്ടൊന്നുമല്ല, എന്റെ അമ്മയ്ക്ക് സ്നേഹിക്കാനൊക്കെ അറിയാം. എന്റെ അമ്മ നല്ലൊരു അമ്മ തന്നെയാ, പക്ഷെങ്കിലും നിങ്ങളൊക്കെ അമ്മേനെ ആ രീതി കാണുന്നോണ്ടാന്ന് പറയാ. ചന്ദ്രമതി പറഞ്ഞു, അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളേന്ന് പറയാ. ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു, അല്ല സച്ചിയുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കില് അശോകൻ ഈ വിവാഹത്തിന് സമ്മതിച്ചേനെന്ന് പറയാം. വിവാഹത്തിന് സമ്മതിച്ചേനെ? ഏത് വിവാഹത്തിന് സമ്മതിച്ചേനം? അല്ല മുമ്പ് എന്നോടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഈ വീട്ടിലേക്ക് അശോകന്റെ പെണ്ണിനെ പറഞ്ഞു വിടാനായിട്ട് താല്പര്യമുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞോ? അത് ശ്രീകാന്തിന്റെ ഭാര്യയായിട്ടല്ല, നിന്റെ ഭാര്യയായിട്ട്, സച്ചിയുടെ ഭാര്യയായിട്ട് വിടാനായിട്ട്. പക്ഷേങ്കില് ഇപ്പോഴങ്ങനെ മനമാറ്റം വരാൻ കാരണം രേവതി വീട്ടിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായ കുറെ പ്രശ്നങ്ങളൊക്കെയാന്ന് പറയാം. ഇത് കേട്ട് സച്ചി പറഞ്ഞു, ആഹാ കൊള്ളാലോ, എങ്ങനെയുണ്ട് അച്ഛാ? അശോകന്റെ മോള് സുന്ദരിയാണോന്ന് ചോദിക്കുക. ഇത് കേട്ടൻ രേവതി ഒന്ന് സൂക്ഷിച്ചു നോക്കി സച്ചിനെ. രവീന്ദ്രൻ ചോദിച്ചു, ഇനിയിപ്പോ എന്തിനാണ് നീ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്? അല്ല ഞാൻ ആലോചിക്കുമായിരുന്നു, മോൾ എങ്ങനെയുണ്ട്, സുന്ദരിയാണോ, കാണാൻ കൊള്ളാവോ, ഞങ്ങൾ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും എന്ന് ചോദിക്കുക. പെട്ടെന്ന് ശ്രുതി രേവതിനെ നോക്കുകയാണ്. രേവതിക്ക് ആകെപ്പാടെ സങ്കടവും ദേഷ്യമൊക്കെ വന്നു. രേവതി കട്ടക്കൽപ്പിന് സച്ചിനെ നോക്കുകയാണ്. സച്ചി പെട്ടെന്നാണ് രേവതിയുടെ മുഖം ശ്രദ്ധിച്ച്, ദൈവമേ പെട്ടുപോയി, അറിയാതെ നാവി വീണു പോയതുവാ. ഇനിയിപ്പം ആകെപ്പാടെ ഭദ്രകാളി ആകൂല്ലോ. പെട്ടെന്ന് സച്ചി പറഞ്ഞു, അല്ല ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞോളൂട്ടെ രേവതി, പക്ഷെ നീ ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടാ എനിക്ക് ഇത്ര സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായത്. ഒന്നുമല്ലേലും നീ വന്നുകൊണ്ടല്ലേ എനിക്ക് ഇത്ര നല്ല കറികളൊക്കെ കൂട്ടാൻ പറ്റുന്നേ. നിന്നെ പോലെ ഏതെങ്കിലും പെണ്ണുങ്ങള് ഇത്ര നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുമെന്ന് ചോദിക്കുക. ഇത് കേട്ടൻ രേവതി അങ്ങോട്ട് അകത്തേക്ക് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോവാ. രവീന്ദ്രൻ പറഞ്ഞു, എന്തിനാടാ നീ വെറുതെ രേവതിനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുത്തി കുത്തി നോക്കുന്നതെന്ന് ചോദിക്കാം. ഞാനെന്താ കുത്തി കുത്തി ചോദിച്ചേ? ഞാൻ ഒന്നും പറഞ്ഞില്ലോ, ഉള്ള കാര്യമല്ലേ പറഞ്ഞേ. അവള് നന്നായിട്ട് കറി ഉണ്ടാക്കുന്നു, അതിനിപ്പോ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. ചന്ദ്രമതി പറഞ്ഞു, ആകെപ്പാടെ അവളെയും കൊണ്ടുള്ളൊരു ഗുണം അത് മാത്രമേ ഉള്ളൂ, ഫുഡ് ഉണ്ടാക്കും, വേറെ എന്തിനേലും കൊള്ളാവോ, ഒരു കാൽ കാശിന് കൊള്ളാവോന്ന് ചോദിക്കാം. ഇത് കേട്ട സച്ചി പറഞ്ഞു, അതെ കൊള്ളത്തില്ല, ഞാൻ സഹിച്ചോളാം, അമ്മ സഹിക്കണമെന്ന് പറയണം അന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. ഈ സമയം ചന്ദ്രമതി രവീന്ദ്രനോട് പറഞ്ഞു, അതെ ഇനിയിപ്പൊ അവന് വേറെ പെണ്ണാലോചിക്കൊന്നും വേണ്ട ശ്രീകാന്തിന്. ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്, എന്റെ ഫ്രണ്ടിന്റെ മോളാ, നല്ല കാശുകാരാ. അതെ അത് മതി, ആ വിവാഹം തന്നെ നടക്കും, ഞാൻ അവരോട് പോയി കാര്യങ്ങളൊക്കെ ആലോചിക്കാന്ന് പറയണം എന്ന് പറഞ്ഞ് ചന്ദ്രമതി അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. ഈ സമയം രേവതി വളരെ സങ്കടപ്പെട്ട് മുറി പോയിരിക്കുകയാണ്. അപ്പോഴാണ് സച്ചി അങ്ങോട്ട് കടന്നു വരുന്നത്. സച്ചി വന്നിട്ട് ചോദിച്ചു, എന്താ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്കും. അതെ എനിക്ക് ഓട്ടം പോണെന്ന് പറയും. കേട്ടൻ രേവതി പറഞ്ഞു, അതിന് പോകാൻ മേലേ, ഞാൻ എന്ത് ചെയ്യണം? ഓ അങ്ങനെയാണോ? ഇതെന്ത് പറ്റി മുഖം കടന്നല് കുത്തി പോലെ ഇരിക്കുന്നേ? എന്നോട് ആരും ഒന്നും പറയൊന്നും വേണ്ട, ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വന്നല്ലേ, അല്ലാതെ നിങ്ങളുടെ ഭാര്യ ഒന്നും അല്ലോ എന്ന് പറയണം. ഇത് കേട്ട സച്ചി പറഞ്ഞു, ആര് പറഞ്ഞു ഭാര്യയല്ലെന്ന്? നീ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വന്നാണെന്ന് ചോദിക്കും. അങ്ങനെയാണല്ലോ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞേ. ഓ അങ്ങനെ വരട്ടെ, അപ്പൊ അതാണ് കാര്യം.
എന്റെ പൊന്നു രേവതി, ഞാനത് വെറുതെ ഒരു തമാശക്ക് പറഞ്ഞല്ലേ. നീ ഫുഡ് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാ, അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലേ. എന്തൊക്കെയായിരുന്നു അശോകനങ്ങളുടെ മോളെ കല്യാണം കഴിച്ചാൽ കൊള്ളായിരുന്നു. എന്നിട്ട് എന്ത് പറ്റി കല്യാണം കഴിക്കാത്തെ? അയ്യോ, അത് ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞ. ഞാൻ ആ പെങ്കൊച്ചിനെ നേരെ കണ്ടിട്ട് പോലുമില്ല. എനിക്ക് എന്റെ മുഖം പോലും ഓർമ്മയില്ല. അങ്ങനെയാണല്ലേ? എന്നിട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞേ. അത് പിന്നെ അവിടെ വെച്ച് ഞാൻ വെറുതെ പറഞ്ഞല്ലേ. എന്നിട്ടോ എന്നെ കുറിച്ച് പറഞ്ഞ എന്താ? നീ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും, അടുക്കള ജോലികളൊക്കെ ചെയ്യാൻ അറിയാന്ന്. അപ്പൊ ഞാൻ അടുക്കളപ്പണിക്ക് വന്നാണോ ഇങ്ങോട്ടെന്ന് ചോദിക്കുക. പെട്ടെന്ന് സച്ചി പറഞ്ഞു, അങ്ങനെയല്ല, നീ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കൂലേ, അപ്പൊ അത് എല്ലാവരുടെ മുന്നിൽ പറഞ്ഞ നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കും. ഇതാണോ നല്ല കാര്യം പറയണേ? അപ്പൊ എന്തൊക്കെ പറയായിരുന്നു? രേവതി എന്റെ ഭാര്യയാണ്, അവളെ പോലെ നല്ല പെണ്ണിനെ എനിക്ക് കിട്ടാനില്ല ജീവിതത്തില്, അങ്ങനെയൊക്കെ പറയാനുള്ളതിന് ഇങ്ങനെയാണോ പറയുന്നത്? അവൾ ഫുഡ് ഉണ്ടാക്കി തരുന്നോണ്ടാ അവളെ എനിക്ക് ഇഷ്ടമെന്നും. ഇതോടെ സച്ചിയോട് സോറി, ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് പറഞ്ഞല്ല, എന്നോടൊന്നും ക്ഷമിക്കാൻ പറയണം. രേവതി പറഞ്ഞു, വേണ്ട, ഇനി കൂടുതൽ എന്നെ കൊഞ്ചിക്കാനൊന്നും വരണ്ട പറയണം. ഈ സമയം സച്ചി പറഞ്ഞു, എനിക്ക് പോണം, ജോലി ഉണ്ടെന്ന് പറയണം. പൊക്കോ, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? ഇതോടൊപ്പം സച്ചി പറഞ്ഞു, വാ എഴുന്നേറ്റ് വരാൻ പറയണം. പക്ഷെ രേവതി എഴുന്നേറ്റില്ല. രേവതി അവിടെ തന്നെ ഇരുന്നു. അവസാനം സച്ചി കയ്യെ പിടിച്ചുകൊണ്ട് എഴുന്നേപ്പിക്കുവാണ്. ഇവിടെ രേവതി, എന്റെ കയ്യെന്ന് വിടാനാ പറഞ്ഞെന്ന് പറയണം. സച്ചി പറഞ്ഞില്ല, ഞാൻ വിടത്തില്ല എന്ന് പറയണം. രേവതി, അന്ന് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് കൈ ബലമായിട്ട് അങ്ങോട്ട് വിടിച്ചിട്ട് സച്ചിയോട് പറഞ്ഞു, അതെ ഇറങ്ങിപ്പോക്കോ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയണം. അപ്പൊ സച്ചി പറഞ്ഞില്ല, പോകത്തില്ല, നീ വന്നാലേ ഞാൻ വരത്തുള്ളൂ എന്ന് പറയാം. നീ പോകത്തില്ല അല്ലേന്ന് ചോദിച്ചോണ്ട് സച്ചിനെ പുറകിന്ന് പിടിച്ച് തള്ളുവാണ് രേവതി. സച്ചി അവിടെ തന്നെ നിന്നു. അവസാനം രേവതി സർവ്വ ബലം ഉപയോഗിച്ച് അങ്ങ് തള്ളി ചെന്നപ്പോ സച്ചിയും കൂടി തിരിഞ്ഞിട്ട് രേവതിനെ പിടിച്ച് നെഞ്ചിലേക്കിട്ട് ആ കവിളത്തെ 2 ഉമ്മയും അങ്ങോട്ട് കൊടുക്കുകയാണ്. രേവതി അതോടെ ഫ്ലാറ്റ് ആയിപ്പോയി. പിന്നീട് സച്ചി പറഞ്ഞു, എനിക്ക് നീയല്ലേ ഉള്ളൂ, ദേ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, നീ എന്റെ ഭാര്യ, നിന്നെ പോലെ പെണ്ണിനെ എന്റെ ജീവിതത്തിലേക്ക് കിട്ടാനും പോകുന്നില്ല, മതിയോന്ന് ചോദിച്ചിട്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. രേവതിക്ക് അതിൽ പരം വേറെ ഒന്നും വേണ്ടായിരുന്നു. സച്ചിയുടെ ആ സ്നേഹം അത് മാത്രം മതിയായിരുന്നു രേവതി. രേവതി പറഞ്ഞു, അതെ മതി, ഇനി പോകാൻ നോക്കാൻ പറയാണ്. അത് പോണോ എന്നോ? മര്യാദയ്ക്ക് പൊക്കോ, ഓട്ടം ഉണ്ടെന്നല്ലേ പറഞ്ഞേ, വൈകുന്നേരം നേരത്തെ വന്നാ മതി. നീ എനിക്ക് മീൻകറി ഉണ്ടാക്കി വെക്കുവോ? മീൻകറിയൊക്കെ ഉണ്ടാക്കി വെക്കാം, പോയിട്ട് വരാൻ പറയണം. അങ്ങനെ സച്ചി സന്തോഷത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്ന ചന്ദ്രമതി ശ്രുതി ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സച്ചി പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി വന്നു. പെട്ടെന്ന് രേവതി വന്നിട്ട് പറഞ്ഞു, അതെ ഈ ചായ കുടിച്ചിട്ട് പോയാമെന്ന് പറയണ. ചായ കുടിച്ചിട്ടാ? അതെ, എനിക്കിപ്പോ സമയമില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ നന്നായിട്ട് ആർജിച്ചിട്ടുണ്ട്, ഇത് കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയണം. അതുകൊണ്ട് പെട്ടെന്ന് കുടിച്ചിട്ട് പോവാന്ന് പറയാം. സച്ചി പറഞ്ഞാ ശരി, തരാൻ പറയണം. അങ്ങനെ സച്ചി മേടിച്ച് കുടിച്ചിട്ട് പറഞ്ഞു, എന്താ ടേസ്റ്റ്, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു, പിന്നെ ആറി ചായ എന്തിനു കൊള്ളാം, വെറുതെ അവളെ പൊക്കി പറയാനായിട്ട്, തണുത്ത് പോയിട്ടുണ്ട്, പിന്നെ എന്തിനു കൊള്ളാവോ ചായ എന്ന് ചോദിക്കാം. ഇത് കേട്ട സച്ചി പറഞ്ഞു, എന്റെ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണ സാധനങ്ങൾ ചൂടോടെ കഴിച്ചാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല, കുറച്ച് അതിന്റെ ചൂട് പോയതിന് ശേഷം കഴിക്കണം, എന്നാലേ അതിന്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ബോധമുള്ളവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളെന്ന് പറയാണ്. ഈ സമയത്താണ് അങ്ങോട്ട് ശ്രുതി കയറി വരുന്നേ. ശ്രുതിയുടെ കയ്യില് ഒരു ബാഗും ഉണ്ടായിരുന്നു, പിന്നെ ഒരു ടിഫിൻ ബാഗും ഉണ്ടായിരുന്നു. ഈ 2 ബാഗ് കണ്ടപ്പോ സച്ചി പെട്ടെന്ന് ഇതെന്താടാ 2 ബാഗൊക്കെ ആയിട്ട്? പെട്ടെന്ന് രേവതി പറഞ്ഞു, അതൊന്നും ലഞ്ച് ബോക്സ് ആണെന്ന് പറഞ്ഞ. ഇത്രയും വലിയ ലഞ്ച് ബോക്സോ? ഇവൻ ജോലിക്ക് പോകുന്നതല്ലേ, ഫുഡ് കഴിക്കാൻ പോകുന്നതാണെന്ന് ചോദിക്കുക. ഇത് കേട്ടൻ ചന്ദ്രമതി ഞെട്ടി, ദൈവമേ ജോലി പോയ കാര്യം എങ്ങാനും അറിഞ്ഞോ? പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അതെ ശ്രുതി ചിലപ്പോ ഇച്ചിരി വലിയ ബോക്സ് ഒക്കെ കൊണ്ടുപോയെന്നിരിക്കും, അവൻ അത്രമാത്രം അധ്വാനം ഉണ്ട് അവിടെ, അതുകൊണ്ടാന്ന് പറയാം, നന്നായിട്ട് ഫുഡ് കഴിക്കണം എന്ന് പറയാം. ഇത് കേട്ട സച്ചി പറഞ്ഞു, പിന്നെ വേറുള്ളവരെല്ലാരും പിന്നെ വെറുതെ പോയി ഇരിക്കാൻ പോകുന്നതാണല്ലോ എന്ന് പറയാം. ശ്രുതി പറഞ്ഞു, എന്റെ ഭർത്താവിന് നല്ല ജോലിയുണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിക്കണം, അറിയാവോ? നിങ്ങളെപ്പോലെ ഒന്നുമല്ല, നീക്കെന്താ വെറുതെ ആ സീറ്റിലേക്ക് കയറിയിരുന്ന വണ്ടി അങ്ങോട്ട് ഓടിച്ചാ പോരെന്ന് ചോദിക്കാം. ഇത് കേട്ട രേവതിക്ക് ഇഷ്ടപ്പെട്ടില്ല. രേവതി പറഞ്ഞു, പിന്നെ എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് ശ്രുതി, രാവിലെയും വൈകുന്നേരം ഇല്ലാതെ ഓടി അലയ്ക്കുന്ന സച്ചേട്ടൻ അറിയാവോ? കാരണം ഇപ്പൊ ശ്രുതി ചെയ്യുന്ന ജോലി രാവിലെ 9 മണി തൊട്ട് 5 മണി വരെ ഉള്ളൂ. പക്ഷെ സച്ചേട്ടൻ അങ്ങനെയല്ല, സച്ചേട്ടൻ രാവിലെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം രാത്രി ചെയ്യാൻ വരുമ്പോ, അത് മാത്രമല്ല രാത്രിയിൽ ഏതെങ്കിലും സമയത്ത് ഓട്ടം വിളിച്ചിട്ടുണ്ടെങ്കിൽ പോവുകയും ചെയ്യണം, നടുവിന് വേന അതിനപ്പുറം ഉണ്ട്. അതാ പറഞ്ഞ എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ടെന്ന്. ഒരാളുടെ ജോലി നല്ലതും ഒരാളുടെ ജോലി കൊള്ളത്തില്ല, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാം. ഇതേടെ ശ്രുതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, ഇനി ഇതിന്റെ പേരിലൊരു തർക്കം വേണ്ട. പറഞ്ഞു കേട്ടല്ലോ സച്ചി, നിനക്ക് ഓട്ടം പോകാനുണ്ടെങ്കിൽ നീ ഓട്ടം പോകാൻ പറയണം. അങ്ങനെ സച്ചി അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ രേവതി അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വന്നു. ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യമുണ്ട്, നാളെ ആ പെണ്ണിന്റെ വീട്ടുകാർ ഇങ്ങോട്ട് വരുമെന്ന് പറയാം. ഇത് കേട്ടതും രേവതി ഓർത്ത്, ഇങ്ങോട്ട് വരാനാ? ആന്തമ്മ ഇങ്ങോട്ട് വരുന്നേ? അതൊക്കെ അങ്ങനെ, നീ കൂടുതലൊന്നും അറിയണ്ട, അവർക്ക് വേണ്ടുന്ന പലഹാരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി വെക്കണം. പറഞ്ഞു കേട്ടല്ലോ. അതിനേക്കാൾ ഉപരി വേറൊരു കാര്യം പറയാനുള്ളേ, നാളെ സച്ചി ഇവിടെ കാണില്ലേ, അവനിവിടെ ഉണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കല്യാണം ഉഴപ്പിക്കളയെന്ന് പറയാം. പെട്ടെന്ന് രേവതി പറഞ്ഞു, ആന്തമ്മ അങ്ങനെ പറഞ്ഞ്, സച്ചേട്ടനെ എനിക്ക് ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല, സച്ചേട്ടൻ ഇവിടെ കാണുമെന്ന് പറയാം.
ഇത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയാണ്. ആ സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത്. സച്ചി പറഞ്ഞു എനിക്ക് നാളെ ഒരു ഓട്ടം ഉണ്ടായിരുന്ന, പക്ഷെ ഞാൻ ഓട്ടം അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു. നാളെ എന്തായാലും ഞാനിവിടെ ഉണ്ടാവും. എന്നെ ഇവിടുന്ന് പറത്താൻ നോക്കുന്നതല്ലേ, ഉറപ്പായിട്ട് ഞാൻ ഇവിടെ കാണുന്നു പറയാ. ചന്ദ്രമതിക്ക് അതും കൂടി ഇഷ്ടപ്പെടില്ല. ചന്ദ്രമതി ചാടിത്തുള്ളി അങ്ങോട്ട് പോവാണ്. അപ്പോഴേ രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. എന്താ ചന്ദ്രൻ, നിന്റെ മുഖം എന്താ കടന്നിൽ കുത്തി പോലെ ഇരിക്കുന്നേ? നിങ്ങളുടെ മുഖം കാരണമെന്ന് പറയണേ. എന്തു പറ്റി? സച്ചിയായിട്ട് വീണ്ടും വഴക്കുണ്ടാക്കിയെന്ന് ചോദിക്കും. നാളെ ആ പെണ്ണിന്റെ വീട്ടുകാർ അവരിങ്ങോട്ട് വീട് കാണാൻ വരുന്നുണ്ട്. എന്താ അവര് നാളെ ഇങ്ങോട്ട് വരുന്നേ? നമ്മള് സാധാരണ അങ്ങോട്ടല്ലേ കാണാൻ പോന്ന് ചോദിക്കും ആൺവീട്ടുകാരെ. അതൊക്കെ പണ്ട്. ഇവര് നല്ല പൈസ പാർട്ടീസാ. അവരിവിടെ വന്ന് കാണട്ടെ, അവരുടെ മോളെ ഇങ്ങോട്ട് കെട്ടിച്ചു വിടാനുള്ളതല്ലേ, അപ്പൊ അവരല്ലേ വന്ന് കാണണ്ടേന്ന് ചോദിക്കുക. രവീന്ദ്രൻ പിന്നെ കൂടുതലൊന്നും മിണ്ടിയില്ല. രവീന്ദ്രൻ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി പോവാ. പിന്നീട് കാണിക്കുന്നേ വർഷയുടെ അച്ഛനും അമ്മ വർഷയ്ക്ക് വേണ്ടിയിട്ട് കല്യാണമൊക്കെ കണ്ടുവെച്ചു, ചെറുക്കനെ കണ്ടുവെച്ചു. പിന്നീട് മഹിമയോട് പറഞ്ഞു അതെ നാളെ നമുക്ക് ആ വീട് കാണാൻ പോണെന്ന് പറയാ. ഇത് കേട്ടതും പെട്ടെന്ന് മഹിമ ചോദിച്ചു എന്താ അങ്ങോട്ട് പോണേ? അവരിങ്ങോട്ടല്ലേ വരണ്ടേന്ന് ചോദിക്കും. എടി അവര് നമ്മളെക്കാളും വലിയ പൈസ ടീംസാ, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവാന്ന് പറയണം. ശരി, പക്ഷെ കാര്യമുണ്ട്, അവൾ സമ്മതിക്കുമെന്ന് ചോദിക്കും. ഇത് കേട്ടതും മഹിമ പറഞ്ഞു സമ്മതിച്ചാലും ഇല്ലെങ്കിൽ ഈ കല്യാണം നമ്മൾ നടത്തും, ഞാൻ അവളോട് പോയി സംസാരിക്കാന്ന് പറയാ. പെട്ടെന്ന് മധുസൂദൻ പറഞ്ഞു വേണ്ട വേണ്ട, ഒരു കാരണവശാലും അവളോട് പോയി സംസാരിക്കണ്ട. അവളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഒരു കാരണവശാലും വരാൻ സമ്മതിക്കത്തില്ല. വേറെ എന്തെങ്കിലും നമ്പർ ഇറക്കണമെന്ന് പറയാം. പെട്ടെന്ന് മഹിമ ചോദിച്ചു അല്ലെ എന്ത് നമ്പർ ഇറക്കാനാ ഉദ്ദേശിക്കുന്നത്? അതൊക്കെയുണ്ട്, അതൊക്കെ നീ കണ്ടോളാൻ പറയാണ്. ഈ സമയത്താണ് വർഷം അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. എന്താ രണ്ടുപേരും കൂടെ ഭയങ്കര ആലോചനയാണല്ലോ, കഴിക്കാനൊന്നും ഇല്ല മമ്മീന്ന് ചോദിക്കുക. ഇതേ കഴിക്കാനെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓ ഇന്നും ഈ ദോശ സാമ്പാർ വേണം, വേറെ ഒന്നും ഇല്ലേന്ന് ചോദിക്കും. എനിക്ക് ഉണ്ടാക്കാൻ അറിയാൻ സാധനമല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ സമയത്ത് മധുസൂദൻ പറഞ്ഞ അതെ ഇന്ന് ഉച്ചയ്ക്കൊരു ലഞ്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണേ. ലഞ്ച് എവിടെ? എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാ, അവര് വിളിച്ചിട്ടുണ്ട്, കുറെ കാലമായി വിളിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് പോണമെന്ന് പറയാം. ഇത് കേട്ടതും വർഷ പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഡാഡി, കാരണം എനിക്ക് ഡബിങ് ഉണ്ടെന്ന് പറയാം. ഓ നിനക്ക് നിന്റെ ജോലി. ഇത് കേട്ടതും വർഷ പറഞ്ഞു അതെ ഞാൻ വലിയ IT കമ്പനിയിലൊന്നുമല്ല ജോലി ചെയ്യുന്നത്, ഡബിങ് ആണ്, ആ സ്ഥിരം ചെയ്യേണ്ട ജോലിയാ, അറിയാലോ. നമ്മൾ മുഴങ്ങി പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ മൊത്തം അവതാളത്തിലാവും പറയാ. ഈ സമയം മഹിമ പറഞ്ഞു എന്തൊക്കെയാണ് ശരി, ഡാഡി വിളിച്ചല്ലേ ആ കൂടെ പോണെന്ന് പറയാം. ഈ സമയം മധുസൂദൻ പറഞ്ഞു ഞാൻ ഇതുവരെ മോളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷെ ആദ്യമായിട്ടാ ആവശ്യപ്പെടുന്നേ. അത് 1 മണിക്കൂറത്തെ കേസുള്ളൂ. നീ വന്ന് ലഞ്ച് കഴിച്ചിട്ട് തിരികെ നിന്നെ കൊണ്ടുവിടാം, ഫാമിലി ആയിട്ട് ചെല്ലണമെന്നാ പറഞ്ഞേ. അപ്പൊ നീ മാത്രം വരായിരുന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കുന്നു ചോദിക്കാം. ശരി ഡാഡി പറഞ്ഞല്ലേ, ഞാൻ വരാന്ന് പറയാം. ഇത് കേട്ടത് മഹിമ പറഞ്ഞു ഇത്ര സമയം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവക്ക് വരത്തില്ലായിരുന്നു, അവളുടെ ഡാഡി പറഞ്ഞു കണ്ടില്ലേ കണ്ടില്ലേ എന്ന് പറയണം. ഈ സമയം വർഷ മസൂദന്റെ അടുത്ത് ഇരുന്നിട്ട് പറഞ്ഞു അതെ ഞാനും ഡാഡിയും തമ്മിലുള്ള ബോണ്ടിങ് അതാ, അമ്മ അതിൽ അസൂയപ്പെട്ട് കാര്യമില്ല എന്ന് പറയണം. മഹിമ മസൂദിനെ നോക്കി ഒന്ന് ചിരിക്കുവാണ്, തങ്ങൾ ഉദ്ദേശിച്ച പ്ലാൻ നടന്നല്ലോ എന്നുള്ള രീതിയിൽ. പിന്നീട് ശ്രുതി നേരെ അമ്മേനെ കാണാനായിട്ട് വരുവാണ്. അപ്പൊ മീരയുണ്ട്, ആദിയുണ്ട്. പിന്നീട് ആദിക്ക് ഫുഡൊക്കെ വാരി കൊടുത്തോണ്ടിരിക്കുക. ഈ സമയം വിമല പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നാളെ ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് പോയാലെന്ന് ആലോചിക്കുക. അതെന്താ പെട്ടെന്ന് അങ്ങനെ? അല്ല ഇപ്പൊ എനിക്ക് കുറഞ്ഞല്ലോ, കുഴപ്പമൊന്നുമില്ല, അവിടെ ചെന്ന് ഞാൻ മരുന്ന് കഴിച്ചോളാന്ന് പറയാ. ഇത് കേട്ട ശ്രുതി പറഞ്ഞു വേണ്ട, അങ്ങോട്ട് പോയാൽ ശരിയാവത്തില്ല എന്ന് പറയാം. മീര പറഞ്ഞു ആന്റി ഇവിടെ നിന്നോ, ഞാനുണ്ടല്ലോ ഇവിടെ, പിന്നെ ഒരു കുഴപ്പമില്ല, എന്തെങ്കിലും അസുഖം വന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു അതാ ശരി, അമ്മ കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി എന്ന് പറയാം. ഇത് കേട്ടതും വിമല പറഞ്ഞു അതൊന്നും ശരിയാവാൻ തോന്നില്ല, അവന്റെ പഠിത്തം ഇത്രയും ദിവസം പോയില്ലേ, ഇനി അവനെ ക്ലാസ് വിടാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാണ്. ഈ സമയം ശ്രുതി പറഞ്ഞു 2 ദിവസത്തോടെ പോട്ടേമേ, കുഴപ്പമില്ല എന്ന് പറയാണ്. പെട്ടെന്ന് മീര പറഞ്ഞു ഒരു കാര്യം ചെയ്താലോ, അല്ല അവന് TC ഒക്കെ വാങ്ങിച്ചിട്ട് അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാലോ. ശ്രുതി ചോദിച്ചു എന്നിട്ട് എന്ത് ചെയ്യാനാ, ഇവിടെ നിൽക്കും, എന്റെ കൂടെ ഇവിടെ നിൽക്കും, എന്താ കുഴപ്പമിരിക്കണമെന്ന് ചോദിക്കുക. ശ്രുതി പെട്ടെന്ന് ചോദിച്ചു അപ്പൊ നീ എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചല്ലേന്ന് ചോദിക്കുക. ആന്ത ശ്രുതി അങ്ങനെ പറഞ്ഞേ, അല്ല ഇവിടെ എങ്ങാനും ഇവര് വന്നിട്ടുണ്ടെങ്കിൽ ആ രേവതി എങ്ങനെ കണ്ട അതോടുകൂടി തീർന്നു, അല്ലെങ്കിൽ തന്നെ ഇവര് കാരണം ഒരു സമാധാനം ഇല്ലാതിരിക്കുക. ഒരാഴ്ച ഇവരവിടെ പോയതിന്റെ കേട് തീർന്നിട്ടില്ല, ഇനി ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി എങ്ങനെയാലും അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇങ്ങോട്ട് കയറി വരും, പിന്നെ അതോടുകൂടി എന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയൂന്ന് പറയാം. ഇത് കേട്ടത് വിമല പറഞ്ഞു എത്ര കാലം എന്ന് വെച്ചാൽ നീ ഇങ്ങനെ മറച്ചു പിടിച്ചോണ്ടിരിക്കുന്നേ, എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും, കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും നീ സത്യങ്ങളെല്ലാം തുറന്നു പറ. എനിക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആദ്യയുടെ കാര്യം ആര് നോക്കൂന്ന് പറയാം. ഇതേട്ട് സ്തുതി പറഞ്ഞു ഞാൻ നോക്കൂന്ന് പറയാം. പെട്ടെന്ന് മീര പറഞ്ഞു കൊള്ളാം, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ടൊരു മോനുണ്ടെന്ന് പറയാത്ത നീയാണോ ഇനി ഇവനെ കൊണ്ടാ നോക്കാൻ പോകുന്നു ചോദിക്കുക. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്നറിയില്ലാതെ എന്ത് മറുപടി പറയണമെന്നറിയില്ലാതെ ശ്രുതി നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.